അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറല്ലാഹ് യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ 40 ഹദീസുകളിൽ രേഖപ്പെടുത്തിയതും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നതുമായ രണ്ടാമത്തെ ഹദീസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഇരിക്കുന്ന വേദിയിലേക്ക് കടന്നു വന്ന ആഗതൻ ഇസ്ലാമിനെ സംബന്ധിച്ച് ചോദിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് മുതൽ ഹജ്ജ് വരെയുള്ള ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആഗതൻ്റെ ചോദ്യം ഈമാനിനെ സംബന്ധിച്ചാണ്. അള്ളാഹുവിൽ നിന്ന് തുടങ്ങി ഖദറിൽ വരെ അവസാനിക്കുന്ന 6 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ആഗതൻ്റെ ചോദ്യം ഇഹ്സാനെ സംബന്ധിച്ചാണ്. അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും അള്ളാഹു കണ്ടുകൊണ്ടേയിരിക്കും എന്ന ചിന്തയോടുകൂടി ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കലാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞപ്പോഴും ചോദ്യകർത്താവ് ചോദ്യം ആവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം ഫഅഖ്ബിർനി അനിസ്സാഅ ഖാല മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം അസ്സാഅയെ സംബന്ധിച്ചാണ്. അസ്സാഅ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ. അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമായ അറിവുകൾ, അള്ളാഹു രഹസ്യമാക്കി വെച്ച കാര്യങ്ങൾ എന്നിവയ്ക്കൊക്കെയാണ് ഗൈബിയായ കാര്യങ്ങളെന്ന് പറയാം. പരിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാന്റെ ഏറ്റവും അവസാനത്തേതും 34-ാമത്തേതുമായ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. അന്ത്യസമയം, മഴ വർഷിക്കുന്നത്, ഗർഭാശയങ്ങളിൽ ഇരിക്കുന്നത്, നാളെ എന്ത് സംഭവിക്കും, നാളെ എവിടെ വെച്ച് എങ്ങനെ മരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലെ 79-ാമത്തെ സൂറത്തു നാസിയാത്തിലെ 79 മുതൽ 42 മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ആയത്തുകളും ഇതിനെ സംബന്ധിച്ച് ചോദിക്കുന്നതായി കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോട് ആ നാട്ടിലെ മനുഷ്യർ ചോദിക്കുകയാണ്, വയസ്അലൂനക അനിസ്സാഅ, എപ്പോഴാണ് അന്ത്യസമയം ഉണ്ടാവുക? അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചോദിച്ചത് ഫീമ അൻത മിൻ ദിക്റാഹ ഇലാ റബ്ബിക മുൻതഹാഹ. അള്ളാഹുവിൻ്റെ റസൂൽ താങ്കൾക്ക് അതിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാൻ മാത്രം എന്തറിവാണുള്ളത്? അതിൻ്റെ പര്യവസാനം അള്ളാഹുവിൻ്റെ അരികിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ്. ഒരു വേള ഉറങ്ങി എഴുന്നേറ്റ ഒരു പകലിനോളം വലിപ്പമില്ലാത്ത ഒരു ദിവസമാണ് ഞങ്ങൾ ജീവിച്ചത് എന്ന് തോന്നുമാറ് സംഭവബഹുലമാണ് ഖിയാമത്ത് നാൾ എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത്, ഫഅഖ്ബിർനി അനിസ്സാഅ, ആ ഖിയാമത്ത് നാൾ എപ്പോൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ. ചോദ്യ കർത്താവിനേക്കാൾ കൂടുതലൊന്നും ചോദിക്കപ്പെട്ടവൻ അറിയുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കൊന്നും അറിയാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അത്ഭുതത്തോടുകൂടി മിഴിച്ചിരിക്കുന്ന സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മറുപടി അതിനേക്കാൾ അത്ഭുതമായിരുന്നു. വന്ന ആൾ ആരാണ് എന്ന് റസൂലുള്ളാഹിക്ക് അറിയാം, പക്ഷെ കൂടെയുള്ള ആളുകൾക്ക് അറിയില്ല. അത് ശേഷമുള്ള ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നുണ്ട്. അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രായാധിക്യവും രോഗവുമുള്ള ആളുകൾക്ക് അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല
നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൻ്റെ റിസ്ഖിൻ്റെ മഈശത്തിൻ്റെ മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും ഖൈറും ബറക്കത്തും വർഷിച്ച് അനുഗ്രഹിക്കട്ടെ. പ്രവാസ ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസവും നിർഭയത്വവും ജോലിയിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി പ്രയാസപ്പെടുന്ന എല്ലാ ആളുകളുടെയും എല്ലാ പ്രയാസങ്ങൾക്കും ശാശ്വതമായ പരിഹാരം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് പ്രയാസങ്ങളില്ലാതെ പടച്ചതമ്പുരാനെ കണ്ടുമുട്ടുമ്പോൾ സലീമായ ഹൃദയത്തോടു കൂടി കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ المسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.